ഹായ് മക്കളെ, ഞാനൊരു ഇൻസ്റ്റാ ചാറ്റ് കാണിച്ചാറേ. ഒരു +2 കുട്ടിയാണ്. അവൾ ആദ്യം എന്താണ്, സാറേ നിങ്ങളൊക്കെ സ്ഥിരം ചോദിക്കുന്ന ആ ക്ലീശ ക്വസ്റ്റ്യൻ, സാറേ ഇനി പഠിച്ചാൽ ഫുള്ള് മാർക്ക് മേടിക്കാൻ പറ്റുമോ? അതിൻ്റെ കൂടെ അവൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. +1 എനിക്ക് മാർക്ക് കുറവാണ്, ആകെ 350 മാർക്കുള്ളൂ, എനിക്ക് എൻട്രൻസ് ഒക്കെ നോക്കണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ, അതെന്താ +1 മാർക്ക് കുറവ്? ആൻഡ് അവൾ നല്ലൊരു ആൻസർ ആയിരുന്നു. സ്കൂളൊന്നും പോകാൻ പറ്റില്ല, കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ട്യൂഷനൊന്നും പോകാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചു. പിന്നെ ഞാൻ ചോദിച്ചത്, ഇന്ന് എത്ര നേരം, ഇന്നലെ രാത്രിയായിട്ട് നടക്കുന്നത്, ഇന്ന് എത്ര നേരം പഠിച്ചിട്ടുണ്ടെന്നാ. അപ്പോൾ പറഞ്ഞു 5 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫൈനൽ ആൻസർ, അല്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടുമെന്നാണ്. ഇത് +2 പഠിക്കുന്ന ഒരു കുട്ടീനോടാണ്. +1 അവൾക്ക് ആകെ 350 മാർക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞാൻ പറഞ്ഞത് 5 മണിക്കൂർ നീ ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. അതായത് ഒരുപാട് +1 കുട്ടികൾ നേരിട്ടും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, സാറേ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സാറേ +1 കുറച്ച് ഉഴപ്പിപ്പോയി, ഇപ്പം ആകെ കൈവിട്ട് പോയിട്ടുള്ളതെന്നുള്ളത്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കുട്ടിയോട് പറഞ്ഞ അതേ കാര്യം തന്നെയുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡെയിലി 5 മണിക്കൂർ നിങ്ങൾക്കൊണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഉഴപ്പിയതൊക്കെ എന്ത് ചെയ്തോ, നിങ്ങൾ മറന്ന്, അതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് +1 520 500 മാർക്കിൻ്റെ മുകളിൽ ഷുവറായിട്ടും കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ ഓരോ പരീക്ഷകൾക്കിടയിലും ആവശ്യത്തിന് സമയമുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ 5 മണിക്കൂർ പഠിക്കും എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ഒരു സംഭവം എന്താണെന്നറിയോ? നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളുടെ കൂടെ +2 പഠിച്ചത്, അതായത് നാട്ടിലെ സാധാ ഗവൺമെൻറ് സ്കൂൾ പഠിച്ചിട്ട് നമ്മളുടെ ഓൺലൈൻ ബാച്ചിൽ നിന്നും ജെഇക്ക് കഴിഞ്ഞ ജെഇ ഫേസ് 1 99% വാങ്ങിയ ഇക്രം എനിക്ക് അയച്ചു തന്നതാണ്. ഇക്രം ചിലപ്പോൾ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ഓരോ ദിവസവും എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, എത്ര മണിക്കൂർ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓരോ ദിവസം ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് സാറേ എന്നാ. എന്നിട്ട് പറഞ്ഞു, ഏകദേശം 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ എനിക്ക് എഫക്റ്റീവായിട്ട് ഡെയിലി ആവറേജ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു 10 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്, അതിലൊരു 7-8 മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയടാ, +2 കൂടെ സാധാ സ്കൂൾ പഠിച്ചിട്ട് ഇവന് നീറ്റ് ജെഇക്ക് 99% കിട്ടിയാൽ വല്ല അത്ഭുതമുണ്ടോ? ഒരത്ഭുതം ഇല്ലല്ലേ. ഇങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ട് എന്താണ്, നിങ്ങൾക്കും കിട്ടും. നിങ്ങളിപ്പോൾ എൻട്രൻസ് ഒക്കെ സ്വപ്നം കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും കിട്ടും. ആൻഡ് ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ, നിങ്ങളുടെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ മാർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം സ്പെൻഡ് ഫോർ സ്റ്റഡിങ് ആണ്. ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങളെ മുന്നിൽ നിങ്ങളെ പരീക്ഷ മാർച്ച് 26 എന്നാണ് തോന്നുന്നു അവസാനിക്കുന്നല്ലേ. ഏകദേശം ഇന്ന് ഫെബ്രുവരി 15 ഏകദേശം 40 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ആൻഡ് ഈ 40 ദിവസം ഡെയിലി 5 മണിക്കൂർ വെച്ച് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ആകെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 200 മണിക്കൂർ മാത്രമാണ്. ആൻഡ് ഈ 200 മണിക്കൂർ കൊണ്ട് 2 കാര്യങ്ങൾ +1 കുട്ടികളെ സംബന്ധിച്ച് നേടുന്നുണ്ട്. ഒന്നാമതായിട്ട് +1 മാർക്ക് 520 500 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് രണ്ടാമതായിട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് ആകെ മാറും. എന്താണോ ഇക്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്ത് അതേ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തും. ഇവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെച്ച് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും നിങ്ങളെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര. കാരണം നിങ്ങൾ അടുത്ത 50-40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി 5 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇതിന് പറയുന്ന പേരാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇപ്പം അടുത്ത് ഞാനൊരു ഡെഫിനിഷൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളെ എന്താണ്, ഭാവിയിലെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസിപ്ലിൻ. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതും ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കാണുന്നതും ഒക്കെ ആയിരിക്കും. പക്ഷെ ആ ഇഷ്ടങ്ങളൊക്കെ തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്നതിൻ്റെ പേരാ ഡിസിപ്ലിൻ. ഇനി നിങ്ങൾ പറയടാ, ഡെയിലി 5 മണിക്കൂർ 40 ദിവസം 200 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മക്കളെ, ഒരു സംശയവും വേണ്ട, ഭാവി നിങ്ങളതായിരിക്കും. നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളായിരിക്കൂല മാർച്ച് 26 ശേഷം. യു വിൽ ബിക്കം ട്രൂലി അൺസ്റ്റോപ്പബിൾ. നിങ്ങളെ തടയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് എത്തും. ആൻഡ് ഇക്രം കഴിഞ്ഞ വർഷം ഇക്രത്തെ പോലെ ഏകദേശം 20ഓളം കുട്ടികൾ ഓൺലൈനിൽ നമുക്ക് മാർക്ക് വാങ്ങിയിട്ടുണ്ട്, നല്ല ജെഇ റിസൾട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ്, അടുത്ത വർഷം നിങ്ങൾ ഇതുപോലെ പോവുകയാണെങ്കിൽ അത് 20 200 2000 ആവാൻ ഒട്ടും സമയം വേണ്ട. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്, 5 മണിക്കൂർ അടുത്ത 40 ദിവസത്തേക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ റെഡിയാണെന്നുള്ളത്. ആൻഡ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ആൻഡ് ഈ 5 മണിക്കൂർ എങ്ങനെ പഠിക്കണം എന്നുള്ളത്
വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇപ്പം നിങ്ങളൊക്കെ മോഡൽ എക്സാമിൻ്റെ തിരക്കിലാണ്. നിങ്ങൾ ഇപ്പം ഒന്ന് മനസ്സ് വരച്ചാൽ ആ ഒരു 5 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാരത്തോൺ ലൈവുകൾ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഈ വീഡിയോ ഞാൻ അപ്പ് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണെങ്കിലും ചിലപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവും വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ഏത് ദിവസമായിക്കോട്ടെ. നിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് തിങ്കളാഴ്ച ഫിസിക്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്. തിങ്കളാഴ്ച നിങ്ങൾക്ക് പരീക്ഷകളില്ല. ചൊവ്വാഴ്ച ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസുമാണ് CS കുട്ടികൾക്ക്, അല്ലാത്തവർക്ക് ഫിസിക്സ് മാത്രം. ആൻഡ് ബുധനാഴ്ച മാത്സും അല്ലേ നിങ്ങളുടെ പരീക്ഷ വരുന്നത്. ആൻഡ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിലും മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാരത്തോൺ ലൈവ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. മാത്സിന് ഒരൊറ്റ ദിവസം പോലും നിങ്ങൾക്ക് എന്തില്ല പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാത്രി മാത്സിൻ്റെ മാരത്തോൺ ഫസ്റ്റും അതേപോലെ തന്നെ ശനിയാഴ്ച രാത്രി മാത്സിൻ്റെ മാരത്തോൺ സെക്കൻഡുമായിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ മുഴുവൻ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് തീർത്ത് തരും. മാത്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. അതിനുശേഷം ചൊവ്വാഴ്ച നിങ്ങളുടെ ഫിസിക്സ് എക്സാമിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മാത്സിൻ്റെ 60 ഷുവർ ക്വസ്റ്റ്യൻ. ഈ ലൈവുകളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്സിൽ 60-ൽ 55-ൻ്റെ മുകളിൽ 100% ഉറപ്പാണ്. പിന്നെയോ നിങ്ങൾക്ക് എന്താണ് ഫിസിക്സിൻ്റെ എക്സാം വരുന്ന ചൊവ്വാഴ്ചയാണ് നിങ്ങൾ ഏറ്റവും വലിയ പേടി സ്വപ്നം അല്ലേ. ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞായറാഴ്ച രാവിലെയും വൈകുന്നേരം രാവിലെ 9 മണിക്കും രാത്രി 7 മണിക്കും നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്സും ഇതേപോലെ 2 സെഷനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. അതിനുശേഷം തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് 60 ഷുവർ ക്വസ്റ്റ്യൻ ഫിസിക്സിൻ്റെത്. ഈ 2 സെഷനും ശേഷം ഈ ഷുവർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഫിസിക്സിലും 55 കുറവ് മാർക്ക് നിങ്ങൾ വെക്കേണ്ട. തീർന്നില്ല, CS-ൻ്റെ കുട്ടികൾക്ക് വേണ്ടി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് CS-ൻ്റെ ഫുൾ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് CS-ൻ്റെ 60 ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ചു തരും. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത അതായത് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അടുത്ത ഡെയിലിയുള്ള 5 മണിക്കൂർ, ഈ 5 ദിവസങ്ങളിലെ 5 മണിക്കൂർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇത് സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ട്രാക്കിലാവും. എന്നാണോ നിങ്ങളുടെ മോഡൽ എക്സാം കഴിയുന്നത് അന്ന് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ പറയും പിന്നീട് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. സോ ഒരൊറ്റ കാര്യം മാത്രം 5 മണിക്കൂർ പറ്റുമോ നിങ്ങൾക്ക്? ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരാണല്ലേ. സ്വപ്നങ്ങൾ കാണാൻ വളരെ എളുപ്പമാണ്. ആ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പ്രയത്നിക്കാൻ ബുദ്ധിമുട്ട്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഡെയിലി 5 മണിക്കൂർ 40 ദിവസമൊക്കെ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്വപ്നം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം അല്ലേ? അപ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, റെഡി ആണെങ്കിൽ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യാം റെഡി സാർ എന്നുള്ളത്. 5 മണിക്കൂർ ആൻഡ് വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം, തകർക്കാൻ പോവാണ് അടുത്ത 40 ദിവസം. നിങ്ങൾ സ്വപ്നം കാണാത്ത റിസൾട്ടിലേക്ക് +1 നിങ്ങളെ ഞാൻ എത്തിച്ചേരും. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബൈ.